ബോളിവുഡിന് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് ഹേമമാലിനി. ഇന്ത്യൻ സിനിമയിലെ മുതിർന്ന നടിമാരിൽ ഒരാളായ ഹേമ ഒരു കാലത്ത് സൂപ്പർ നായികയായി തിളങ്ങി നിന്നിരുന്നു. നടൻ ധർമ്മേന്ദ്രയുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് ഹേമമാലിനി സിനിമയിൽ നിന്നും അകലം പാലിച്ചത്. എങ്കിലും നടിയുടെ പേര് പറഞ്ഞാൽ മാത്രം മതി അവർ എത്രത്തോളം ജനകീയയാണെന്ന് വ്യക്തമാവാൻ. നിലവിൽ പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാറുള്ള ഹേമ കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിനെത്തിയിരുന്നു. അവിടെ തൻ്റെ സിനിമയെക്കുറിച്ചുള്ള രസകരമായ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ തൻ്റെ പൊങ്ങച്ചത്തെപ്പറ്റിയും സിനിമയിൽ വിഗ് വയ്ക്കുന്നതിനെ പറ്റിയും നടി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത്. ബോളിവുഡ് ഗാനരചയിതാവായ ഗുൽസാർ സാഹിബിനെ കുറിച്ച് ഉള്ള പുതിയ പുസ്തകം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലാണ് നടി ഹേമമാലിനിയും പങ്കെടുത്തത്. ചടങ്ങിൽ സംസാരിക്കവേ ഗുൽസാർ സാഹിബിന്റെ സിനിമകളിൽ പ്രവർത്തിച്ച കാലത്തെ പറ്റിയാണ് നടി ഓർമ്മിച്ചത്. ഗുൽസാറിനൊപ്പം ഹേമമാലിനി 4 സിനിമകളിലാണ് അഭിനയിച്ചത്. ഈ ചിത്രങ്ങളിലൂടെ ഹേമയുടെ അഭിനയം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നടി കടപ്പെട്ടിരിക്കുന്ന കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. 1975 ഗുൽസാർ സംവിധാനം ചെയ്ത ഖുശ്ബു എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചും നടി പരിപാടിയിൽ സംസാരിച്ചിരുന്നു. അക്കാലത്ത് നീണ്ട മുടി പിടിപ്പിച്ചും കൂടുതൽ മേക്കപ്പ് ചെയ്യുകയുമൊക്കെ ചെയ്തായിരുന്നു താൻ അഭിനയിച്ചിരുന്നത്. ഇനി മുടിക്ക് നീളം കുറവാണെങ്കിൽ നീളം കൂട്ടുന്നതിനായി വിഗും ധരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഗുൽസാറിന്റെ സെറ്റിൽ ചെന്നപ്പോൾ മുടിയുടെ നീളം കൂട്ടാൻ അദ്ദേഹം സമ്മതിച്ചില്ല. നിങ്ങൾ പൊങ്ങച്ചം കാണിക്കേണ്ട കാര്യമില്ലെന്നും എന്താണ് ഉള്ളത് അത് വെച്ച് മാത്രം നിന്നാൽ മതിയെന്നും പറഞ്ഞതായി ഹേമമാലിനി ഓർമ്മിക്കുന്നു. മാത്രമല്ല ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ശീലവും എനിക്കുണ്ടായിരുന്നു. ഇതിൽ ഗുൽസാർ സാഹിബ് വളരെ അസ്വസ്ഥനായിരുന്നു. നിങ്ങൾക്ക് ധൃതിയുണ്ടോ, നിങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നതെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അടുത്ത ഷൂട്ടിന് പോകണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ട ഗുൽസാർ സാഹിബ്, ആദ്യം നിങ്ങൾ കുറച്ച് സാവധാനത്തിലും വ്യക്തമായും സംസാരിക്കുക, അതിനുശേഷം അടുത്ത ഷൂട്ടിന് പോകാമെന്നായിരുന്നു സാർ പറഞ്ഞത്. അതേസമയം ഗുൽസാർ സാഹിബും ചടങ്ങിൽ സംസാരിച്ചു. ഓരോ വ്യക്തിയും പഠിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പഠിക്കാൻ തയ്യാറാണ്. വളർന്നാൽ പഠനം നിർത്തും. ഇതല്ലാതെ ഒരു വ്യക്തിക്കും ജീവിതത്തിൽ ഒറ്റയ്ക്കൊന്നും നേടാനാവില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ആളല്ല. എന്നേക്കാൾ കൂടുതൽ പഠിച്ചവർ ധാരാളമുണ്ട്. അതിനാൽ ഞാൻ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നുമാണ് ഗുൽസാർ സാഹിബ് സംസാരിച്ചത്. മാന്ത്രിക വാക്കുകൾ കൊണ്ട് കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി ബോളിവുഡിനെ ആകർഷിച്ച സാഹിത്യകാരനാണ് ഗുൽസാർ സാഹിബ്. 90 വയസ്സ് നിറഞ്ഞ താരം ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രിയിലും സാഹിത്യ ലോകത്തും സജീവമാണ്.